ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വെള്ളരിക്ക കൊണ്ട് ഒരു മോര് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളകും കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുക്കറിൽ അടച്ച് വെച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കഷ്ണം വെന്ത് വരുമ്പോഴേക്കും ഞാനൊരു മുറി തേങ്ങ ചിരവിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും പിന്നെ 2 പച്ചമുളകും ഇട്ടിട്ട് ഒരു ചെറിയ കപ്പിന് 1 കപ്പ് തൈര് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പാടെ ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വെന്ത കഷ്ണത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ തിളപ്പിച്ച ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് നോക്കിയിട്ട് ഇതിനി വറുത്തിടാൻ പോവുകയാണ്. ചൂടായ എണ്ണയിലേക്ക് 1 സ്പൂൺ കടുകും 1/2 സ്പൂൺ ഉലുവയും പിന്നെ 2-3 ഉണക്കമുളക് പൊട്ടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കടുക് വറുത്തിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുന്നുണ്ട്. ഇനി ഒരു കാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത്. കാബേജ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു സവാള 2-3 പച്ചമുളക് എരിവിന് ആവശ്യത്തിന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നല്ലോണം ഒരു പിടി തേങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ കടുക് പൊട്ടിയ ശേഷം ഈ മിക്സ് ചെയ്ത് വെച്ച കാബേജ് തേങ്ങയും പച്ചമുളകും ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഈ കാബേജ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് സിമ്മിലാക്കിയിട്ട് അടച്ച് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അങ്ങനെ ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ്, പിന്നെ വെള്ളരിക്ക മോര് കറി, കാബേജ് തോരൻ, പിന്നെ ഇന്നലെ ഫ്രൈ ചെയ്ത് വെച്ച ഉണക്കമീൻ്റെ 2 കഷ്ണം ചെറിയ 2 പീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ചയൂണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.